ഹായ് ഗൈസ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എരുന്ത് റോസ്റ്റ് ആണ് കേട്ടോ. അതിനായി നമ്മളൊരു 5-6 കിലോ എരുന്ത് മേടിച്ചിരുന്നു. മേടിച്ചതല്ല, അളിയൻ വന്നപ്പോൾ, ചേച്ചിയുടെ ഭർത്താവ് വന്നപ്പോൾ കൊണ്ടുവന്ന കേട്ടോ. അത് നമ്മൾ ആദ്യം തിളപ്പിച്ചു. തിളപ്പിച്ചതിന് ശേഷം അത് അറ എടുത്തു വിട്ടു. അതിങ്ങനെ പുതുതായി വന്നപ്പോൾ അതിൻ്റെ അറ എടുത്തു, ഇറച്ചി എന്നിട്ട് മാറ്റി വെച്ചു. ഇറച്ചിയും അതിൻ്റെ ആ തിളപ്പിച്ചപ്പോഴുള്ള വെള്ളം കൂടിയാണ് നമ്മൾ വെച്ചിരുന്നത്. അതിൽ നിന്ന് ആ വെള്ളത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഇറച്ചി മാറ്റിയെടുത്ത്. ഏകദേശം ഒരു കിലോൻ്റെ അടുത്ത് ഇറച്ചിയുണ്ട്, 5 കിലോ പോലെ തോടടക്കം മേടിച്ചിട്ട്. അതിലേക്ക് ആവശ്യമായ വലിയ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ഏകദേശം ഒരു 5 വലിയ ഉള്ളി എടുത്തു. അത് ചെറുതാക്കി അരിഞ്ഞു. പിന്നെ ഒരു 3 തക്കാളി, 3 പച്ചമുളക്, പിന്നെ അതുമല്ലാതെ പിന്നെ വെളുത്തുള്ളി ഒരു പോണ ഒന്നായിട്ടുള്ളൊരു അതും എടുത്തു. അതെന്ത്, നമ്മൾ തക്കാളി എന്ത് ചെയ്തു, ജ്യൂസാക്കിയിട്ട് അടിച്ചു. അതിലേക്ക് നമ്മൾ വലിയ ജീരകം ഇട്ടു, ഒരടി അടിച്ചതിന് ശേഷം മിക്സി ഓണാക്കി അടിച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് കുരുമുളക് ഇട്ടിട്ടോ. കുരുമുളകും അതിലേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി അടിച്ചു. അത് അടിച്ചതിന് ശേഷം അത് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്ത് അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അങ്ങനെ പിന്നെ പിന്നെ അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് എരുന്ത് റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യം. ഒരു പാത്രം വെച്ചിട്ട് അത് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ കൂടുതലൊന്നും ഒഴിക്കേണ്ട, ഒരു 100 മില്ലി വരെ ഒഴിച്ചാൽ മതി. അത് നല്ലോണം ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, അരിഞ്ഞു വെച്ച വലിയ ഉള്ളി ഇട്ടിട്ടോ. വലിയ ഉള്ളി ഇട്ടതിന് ശേഷം നന്നാക്കി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. വലിയ ഉള്ളി വെളിച്ചെണ്ണയും കൂടി നന്നാക്കി ഇളക്കണം. നന്നാക്കി ഇളക്കിയതിന് ശേഷം ആവശ്യമായ ഉപ്പ് അതിലേക്ക് ഇട്ടിട്ടോ. ഉപ്പിട്ടിട്ട് ഒന്നും കൂടി ഇളക്കുക. നല്ലോണം ഇളക്കി എന്നിട്ടൊന്ന് അടച്ചു വെച്ചു. പിന്നെ അടച്ചു വെച്ചൊന്ന് ശേഷം പിന്നെ തുറന്ന് ഒന്നും കൂടി ഇളക്കിയതിന് ശേഷം നല്ല ചൂടാവണേ. അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, പച്ചമുളക് ഇട്ടു, വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടു. എന്നിട്ട് വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് ഒന്നും കൂടി നല്ലോണം ഇളക്കുക. ഈ വെളുത്തുള്ളിൻ്റെ അത് എല്ലാം കൂടി ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട്, പച്ചമുളക് കൂടി മിക്സ് ആകാൻ വേണ്ടി ഇളക്കുക. നല്ല ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം നല്ല ഉള്ളി ഒന്ന് വാടി വരണം കേട്ടോ. എന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മഞ്ഞപ്പൊടി, അതായത് ഒരു സ്പൂൺ മഞ്ഞപ്പൊടി, അത്രേ ആവശ്യമുള്ളൂ, അതിട്ടിട്ടൊന്ന് ഇളക്കണം. മഞ്ഞപ്പൊടി അതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്നും കൂടി ഇളക്കുക. അതിന് ശേഷം നമ്മൾ അറെടുത്ത് വെച്ച എരുന്തുണ്ടല്ലോ, അതിലേക്ക് ഇടുക. അതിട്ടിട്ട് ഒന്ന് ഇളക്കണം കേട്ടോ. ഇളക്കി നല്ലോണം മിക്സ് ആക്കണം. മഞ്ഞപ്പൊടിയും മഞ്ഞപ്പൊടിയും ഇഞ്ചിയല്ല വെളുത്തുള്ളിയൊക്കെ ഇട്ടൊന്ന് നല്ലോണം ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി മിക്സ് ആക്കണേ. ഇറച്ചിയിലെ പച്ചമുളകിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കണം. അപ്പൊ തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. വായിൽ വെള്ളം ഊറുണ്ട് ഇപ്പോൾ കാണുമ്പോൾ തന്നെ. നല്ല ഇളക്കി ഒന്ന് മിക്സ് ആക്കുക. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, മല്ലിപ്പൊടി, മുളക് പൊടി, ഇത് രണ്ടും കൂടി ഇടുക. മല്ലിപ്പൊടി, മുളകും പൊടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ല ഇളക്കി മിക്സ് ആക്കണം. എരുന്തിൻ്റെ ഇറച്ചികളൊക്കെ നല്ല പിടിക്കുന്ന രീതിയിൽ നല്ലോണം ഇളക്കി കൊടുക്കണം. അതിനുശേഷം തക്കാളിയുടെ നമ്മൾ വലിയ ജീരകവും തക്കാളിയും കുരുമുളകും കൂടി അടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഇടുക. എന്നിട്ട് നല്ലോണം ഇളക്കുക. നല്ല ഇളക്കി പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ആ മാറ്റി വെച്ച വെള്ളം ഉണ്ടല്ലോ, എരുന്ത് എടുക്കാൻ വേണ്ടിയിട്ട്, അതെടുക്കാൻ വേണ്ടിയിട്ട് തിളപ്പിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് അതിന് ശേഷം അത് നല്ലോണം ഇളക്കുക. നല്ല ഇളക്കിയതിന് ശേഷം തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇളക്കി കൊടുത്തിട്ട്
അതൊന്ന് തിളച്ചതിന് ശേഷം ഒന്നിങ്ങനെ തിളച്ച് വരുമ്പോൾ നമ്മളത് അടച്ച് വെക്കണം കേട്ടോ. തിളച്ചതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുക. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കുക. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, നമ്മളുടെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, ആ കറിവേപ്പിലയിലേക്ക് ഇട്ട് ഒന്നും കൂടി ഇളക്കുക. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ വായിൽ വെള്ളം ഉരുള തുടങ്ങി. അങ്ങനെ എന്തായി, നമ്മുടെ എരുന്ത് റോസ്റ്റ് റെഡി ആയിട്ടോ. ഇനി ഭക്ഷണത്തിൽ കഴിച്ചാലോ, നല്ല കുത്തിരി ചോറും എരുന്ത് കറിയും അതിലേക്കൊരു ചീരയുടെ തോരനും കേട്ടോ. ചീരത്തോരനും എരുന്ത് കറിയും പപ്പടം. നല്ല മഴയുണ്ട്, മഴയത്ത് കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണിത്. എരുന്ത് റോസ്റ്റും ചീരത്തോരനും കൂട്ടി. ഇന്നത്തെ സ്പെഷ്യലാണ്, ഉച്ചയ്ക്കുള്ള സ്പെഷ്യൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് ചെയ്താൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ. തനി നാടൻ രീതിയിലുള്ള എരുന്ത് റോസ്റ്റാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.